All of you, welcome to this video. And today we are discussing what is marginal relief, and this was asked for the university examination, Calicut University BCom degree examination last year 2020. അപ്പോൾ മാർജിനൽ റിലീഫ് എന്താണെന്നുള്ളത് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഇൻഡിവിജ്വൽ അസസ്മെൻ്റ് ആണ്. അപ്പോൾ ഇൻഡിവിജ്വലിൻ്റെ കേസിലാണ് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. മാർജിനൽ റിലീഫ് ഒരു SSCക്ക് കിട്ടുക, ആ SSC സർചാർജ് അടയ്ക്കാൻ ലയബിൾ ആവുമ്പോഴാണ് മാർജിനൽ റിലീഫ് വരിക. അപ്പോൾ എപ്പോഴൊക്കെയാണ് ഇൻഡിവിജ്വലിന് സർചാർജ് അടയ്ക്കേണ്ടി വരിക? സർചാർജ് എന്ന് പറഞ്ഞാൽ അറിയാലോ അല്ലേ? സർചാർജ് ഈസ് കമ്പ്യൂട്ടഡ് ഓൺ ദി ടാക്സ് ലയബിലിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ. അപ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ ആണെങ്കിൽ 2,50,000 അപ് ടു 2,50,000 നോ ടാക്സ് ലയബിലിറ്റി ഈസ് ദർ. നെക്സ്റ്റ് 2,50,000 ഈസ് ടാക്സബിൾ അറ്റ് ദ റേറ്റ് ഓഫ് 5%. നെക്സ്റ്റ് 5 lakhs 20%, above 10 lakhs 30%, ആൻഡ് 10% ഓഫ് ദാറ്റ് ഇൻകം ടാക്സ്. ഇപ്പോൾ നമ്മൾ കമ്പ്യൂട്ട് ചെയ്ത് സ്ലാബ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്ത എന്താണ് ഇൻകം ടാക്സിൻ്റെ മുകളിൽ 10% will be calculated as surcharge if the total income of the individual exceeds ₹50 lakh but does not exceed 1 crore. ഇപ്പോൾ ഒരു SSCൻ്റെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ടോട്ടൽ ഇൻകം 50 lakhs എക്സീഡ് ചെയ്തു, 1 crore എക്സീഡ് ചെയ്തിട്ടില്ല എങ്കിൽ 10% ആണ് സർചാർജ്. അതുപോലെ തന്നെ 15% ആണ് സർചാർജ് ടോട്ടൽ ഇൻകം 1 crore എക്സീഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ 2 crore എക്സീഡ് ചെയ്തിട്ടില്ല എങ്കിൽ. 25% is the percentage of surcharge if the total income exceeds ₹2 crores but does not exceed 5 crore rupees. And if that is exceeding total income exceeding ₹5 crore, then 37% of such income tax is charged as surcharge. അപ്പോൾ അതാണ് സർചാർജ് 4 ലെവലിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A അതിൻ്റെ മുന്നേ വരുന്നതാണ്. അത് പക്ഷേ 5 lakhs എക്സീഡ് ചെയ്യാത്ത ടോട്ടൽ ഇൻകം ഉള്ള റെസിഡൻറ്റ് ഇൻഡിവിജ്വലിന് കിട്ടുന്ന റിബേറ്റ് ആണ് റിബേറ്റ് അണ്ടർ സെക്ഷൻ 87A. അപ്പോൾ ഇവിടെ നമ്മൾ മാർജിനൽ റിലീഫ് എപ്പോഴാണ് റേസ് ചെയ്യുക? മാർജിനൽ റിലീഫ് ഒരു SSC ഒരു ഇൻഡിവിജ്വൽ എന്താണ് സർചാർജ് അടയ്ക്കേണ്ടതായിട്ട് വരുമ്പോഴാണ് മാർജിനൽ റിലീഫിന് എലിജിബിൾ. അപ്പോൾ മാർജിനൽ റിലീഫിൻ്റെ തിയറി അവിടെ കൊടുത്തിട്ടുണ്ട്. എന്താണ് മാർജിനൽ റിലീഫ് എന്നുള്ള തിയറി നമുക്ക് ആദ്യം ഒന്ന് നോക്കാം. അപ്പോൾ അത് വായിക്കുമ്പോൾ ഇത്തിരി ലിറ്റിൽ ബിറ്റ് ദാറ്റ് ഈസ് കൺഫ്യൂസിങ്. അപ്പോൾ നമ്മൾ പ്രോബ്ലം ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് സോ ഈസി ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് മാർജിനൽ റിലീഫ്. എന്താണ് മാർജിനൽ റിലീഫ്? മാർജിനൽ റിലീഫ് ഫോർ ദ ടോട്ടൽ ഇൻകം എക്സീഡിങ് 50 lakh ബട്ട് നോട്ട് എക്സീഡിങ് 1 crore rupees. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞു സർചാർജ് എപ്പോഴാണ് ആദ്യം ഒരു ഇൻഡിവിജ്വലിൻ്റെ മുകളിൽ ലെവി ചെയ്യുന്നത്? ടോട്ടൽ ഇൻകം 50 lakhs എക്സീഡ് ചെയ്യുമ്പോഴാണ് സർചാർജ് വരിക. ഇപ്പോൾ ആദ്യത്തെ ഫസ്റ്റ് നമ്മളിവിടെ പോയിൻ്റ് 1 എന്ന് പറയുന്നത് ഇപ്പോൾ ഡിസ്കസ് ചെയ്യുന്ന പോയിൻ്റ് 1 അത് കണ്ടല്ലോ, ഇത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് മാർജിനൽ റിലീഫ് 50 lakhs എക്സീഡ് ചെയ്യുന്ന ടോട്ടൽ ഇൻകം ഉള്ള ഒരു ഇൻഡിവിജ്വലിൻ്റെ കേസിലാണ്. ടോട്ടൽ ഇൻകം എക്സീഡിങ് 50 lakh ബട്ട് ദാറ്റ് ഈസ് നോട്ട് എക്സീഡിങ് 1 crore rupees. മാർജിനൽ റിലീഫ് എന്ന് പറയുന്നത് എന്താണ്? ദ ടോട്ടൽ എമൗണ്ട് പേയബിൾ ആസ് ഇൻകം ടാക്സ് ആൻഡ് സർചാർജ് ഓൺ സച്ച് ഇൻകം shall not exceed the total amount payable as income tax on a total income of 50 lakh by more than the amount of income that exceeds 50 lakhs. എനിക്കറിയാം നിങ്ങൾക്ക് അതൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. സെക്കൻഡ് തിങ് ഓൾസോ അങ്ങനെ തന്നെയാണ്, പക്ഷേ അവിടെ ഇൻകം വിച്ച് ഈസ് എക്സീഡിങ് എന്താണ് 1 crore rupees ബട്ട് ഡസ് നോട്ട് എക്സീഡ് 2 crore rupees. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സർചാർജ് കാൽക്കുലേറ്റ് ചെയ്യുക? അല്ലെങ്കിൽ എന്താണ് സർചാർജ് എത്ര പെർസെൻറ്റേജ് ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ദാറ്റ് ഈസ് 15%. സർചാർജ് ഈസ് കാൽക്കുലേറ്റഡ് അറ്റ് ദ റേറ്റ് ഓഫ് 15%. മാർജിനൽ റിലീഫ് എന്ന് പറയുന്നത് എന്താണ്? ദ ടോട്ടൽ എമൗണ്ട് പേയബിൾ ആസ് ഇൻകം ടാക്സ് ആൻഡ് സർചാർജ് ഓൺ സച്ച് ഇൻകം ഷാൽ നോട്ട് എക്സീഡ് ദ ടോട്ടൽ എമൗണ്ട് പേയബിൾ ആസ് income tax on a total income of 1 crore rupees by more than the amount of income that exceeds 1 crore rupees. So that is actually the marginal relief. Now we can have a question. അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് എന്താണ് മാർജിനൽ റിലീഫ് എന്നുള്ളത് അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം. ദിസ് ഈസ് ദ ക്വസ്റ്റ്യൻ. The total income of Mr. A for the assessment year 2021 is 1 crore 2 lakhs. മാർജിനൽ റിലീഫ് ആൻഡ് ടാക്സ് പേയബിൾ ദാറ്റ് വി ഹാവ് ടു കാൽക്കുലേറ്റ്. അപ്പോൾ മാർജിനൽ റിലീഫ് എന്ന് പറഞ്ഞാൽ റിലീഫാണ്, അത് കഴിച്ചിട്ട് ബാക്കിയുള്ളതാണ് ഇൻഡിവിജ്വൽ അടയ്ക്കേണ്ട ടാക്സ്. അപ്പോൾ ഇവിടെ 1 crore 2 lakhs ആണ് മിസ്റ്റർ എക്സിൻ്റെ ടോട്ടൽ ഇൻകം. അപ്പോൾ 1 crore എക്സീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ സ്ലാബ് റേറ്റിൽ ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യും. എന്നിട്ട് 1 crore എക്സീഡ് ചെയ്യുമ്പോൾ 15% സർചാർജ് കാൽക്കുലേറ്റ് ചെയ്യണം.
ഈ സ്ലാബ് റേറ്റിൽ കാൽക്കുലേറ്റ് ചെയ്ത ടാക്സിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ അതിന് ബേസ് ചെയ്തിട്ടാണ് നമ്മൾ സർചാർജ് കാൽക്കുലേറ്റ് ചെയ്യുക. ഓക്കെ, സിമ്പിളാണ്, നോക്കാം. ഫസ്റ്റ് 2,50,000 1 crore 2 lakhs ടോട്ടൽ ഇൻകം ആകുമ്പോൾ അപ് ടു 2,50,000 ദാറ്റ് ഈസ് ദ മിനിമം ടാക്സബിൾ ലിമിറ്റ്, ദർ ഇസ് നോ ടാക്സ് ലയബിലിറ്റി. ടാക്സ് ഓൺ ഫസ്റ്റ് 2,50,000 ദാറ്റ് ഈസ് നിൽ. ഇവിടെ കൊടുത്തത് കണ്ടല്ലോ അല്ലേ? ഓക്കെ, റൈറ്റ്. പിന്നെ നെക്സ്റ്റ് 2,50,000 5%, ദാറ്റ് അമൗണ്ട്സ് ടു 12,500. 2,50,000 ഇൻറ്റു 5%. നെക്സ്റ്റ് 5 lakhsന് 20%, ദാറ്റ് ഈസ് 1 lakh. ആൻഡ് ടാക്സ് ഓൺ ദി ബാലൻസ് 1 crore 2 lakhsൽ നമ്മൾ എന്താണ് ഈ പറഞ്ഞ 10 lakhs മൈനസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബാക്കി വരുന്നതാണ് എത്ര? 92 lakhs. 92 lakhs എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ടാക്സബിൾ അറ്റ് 30%. 30% കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് 27,60,000. റൈറ്റ്? ഓക്കെ, ഇനി ടോട്ടൽ ഇൻകം എക്സീഡിങ് 1 crore, സോ 15% സർചാർജ് ഈസ് ടു ബി കാൽക്കുലേറ്റഡ്. അപ്പോൾ 12,500, 1 lakh, 27,60,000 ഇത്രയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 28,72,500. അതാണ് ടാക്സ് പേയബിൾ ഓൺ ദിസ് ടോട്ടൽ ഇൻകം ഓഫ് ₹1 crore 2 lakhs. അതിൻ്റെ മുകളിൽ നമ്മൾ എന്ത് കമ്പ്യൂട്ട് ചെയ്യണം? 15% സർചാർജ് ഈസ് ടു ബി കാൽക്കുലേറ്റഡ്. അപ്പോൾ 28,72,500 ഇൻറ്റു 15%, ദാറ്റ് അമൗണ്ട്സ് ടു ₹4,30,875. സർചാർജ് കാൽക്കുലേറ്റ് ചെയ്തു. ഇനി നമ്മൾ മാർജിനൽ റിലീഫ് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ളതിനാണ് നമ്മൾ എന്ത് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് 4% കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞ മാർജിനൽ റിലീഫിൻ്റെ തിയറി നിങ്ങൾ കേട്ടല്ലോ. ഇനി മാർജിനൽ റിലീഫ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ നമ്മളുടെ ഈ ഒരു എക്സാമ്പിളിൽ ടോട്ടൽ ഇൻകം എക്സീഡിങ് ₹1 crore എത്രയാണ്? 2 lakhs ആണ്. 1 crore കഴിഞ്ഞിട്ട് പിന്നെ അധികം വന്ന ഇൻകം എന്ന് പറയുന്നത് 2 lakhs ആണ്. 1 crore 2 lakhs ആണല്ലോ ഇൻകം. അപ്പോൾ ഒരിക്കലും ഈ പറഞ്ഞ അധികം ഇൻകം വന്നതുകൊണ്ട് നമ്മളിപ്പോൾ പറഞ്ഞ കേസിൽ എന്താണ് 1 crore എക്സീഡ് ചെയ്യുന്ന 2 lakhs ഇൻകം ഉള്ളത് കൊണ്ടാണ്, ഈ അധികം എക്സസ് 2 lakhs വന്നതുകൊണ്ടാണ്, 1 crore എക്സീഡ് ചെയ്തതുകൊണ്ടാണ് സർചാർജ് ₹4,30,875 വന്നു. പിന്നെ ആ 2 lakhsന് നമ്മൾ 30% ടാക്സും കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മാർജിനൽ റിലീഫ് എന്ന് പറയുമ്പോൾ ടാക്സ് ആൻഡ് സർചാർജ് ഓൺ ദ ഇൻകം വിച്ച് ഈസ് എക്സീഡിങ് 1 crore rupees. ഈ എക്സാമ്പിളിൽ ടാക്സ് ആൻഡ് സർചാർജ് on the income which is exceeding ₹1 crore shall never be more than that of the income which is exceeding 1 crore rupees. അപ്പോൾ ഇവിടെ ഇൻകം എക്സീഡിങ് ₹1 crore എന്ന് പറയുന്നത് 2 lakhs ആണ്. അപ്പോൾ ആ 2 lakhsൻ്റെ ടാക്സും അതിൻ്റെ സർചാർജും കൂടെ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ആ രണ്ടും കൂടെ ആഡ് ചെയ്ത ടാക്സ് ആൻഡ് സർചാർജ് ഇൻകത്തിനേക്കാൾ കൂടുതലാവാൻ പാടില്ല. അതായത് 2 lakhs ഇൻകത്തിനേക്കാൾ കൂടുതലാവാൻ പാടില്ല. അങ്ങനെ കൂടുതലാണെങ്കിൽ ആ എക്സസ് വന്നത്, ഇൻകത്തിനേക്കാൾ അധികം വന്നത്, ഇൻകം എന്ന് പറയുന്നത് ഇവിടെ 2 lakhs ആണ് എക്സസ് എക്സീഡ് ചെയ്ത് 1 crore എക്സീഡ് ചെയ്ത്, ആ ഇൻകത്തിനേക്കാളും കൂടുതൽ അതിൻ്റെ ടാക്സ് വരാൻ പാടില്ല. വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കാം. അപ്പോൾ ഇൻകത്തിനേക്കാൾ കൂടുതൽ 1 crore എക്സീഡ് ചെയ്ത ഇൻകത്തിനേക്കാൾ കൂടുതൽ എന്താകാൻ പാടില്ല? അതിന് ടാക്സ് വരാൻ പാടില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ എക്സസ് വന്ന ഇൻകത്തിനേക്കാൾ അധികം വന്നത് എന്തായിട്ട് കിട്ടും? മാർജിനൽ റിലീഫായിട്ട് കിട്ടും. മനസ്സിലായോ പറഞ്ഞത്? അപ്പോൾ നമുക്കതിൻ്റെ സൊല്യൂഷൻ ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കണ്ടോ, മാർജിനൽ റിലീഫിൻ്റെ കാൽക്കുലേഷനാണ്. 2 lakhs ആണ് 1 crore എക്സീഡ് ചെയ്ത ഇൻകം. അതിൻ്റെ ടാക്സ് എന്ന് പറയുമ്പോൾ 2 lakh, ആ 2 lakhs 1 crore എക്സീഡ് ചെയ്ത 2 lakhs നമ്മൾ 30% സ്ലാബിലാണ്, അല്ലെങ്കിൽ ആ ബ്രാക്കറ്റിൽ വരുന്നതാണ്. 2 lakhs ഇൻറ്റു 30%, അതിന് 60,000 rupees ടാക്സ് വന്നു. പിന്നെ ഈ 1 crore എക്സീഡ് ചെയ്തതുകൊണ്ടാണ് എന്ത് വന്നത്? സർചാർജ് ₹4,30,875 വന്നത്. അപ്പോൾ ആ 1 കോടിയിൽ എക്സീഡ് ചെയ്തത് കൊണ്ട് ടോട്ടൽ മിസ്റ്റർ എക്സിന് വന്ന ടാക്സ് ബേർഡൻ എന്ന് പറയുന്നത് എത്രയാണ്? 4,90,875. എത്ര ഇൻകം ഉള്ളതുകൊണ്ടാണ്? 2 lakhs ഇൻകം ഉള്ളതുകൊണ്ടാണ് 4,90,875 വന്നത്. അപ്പോൾ ഒരിക്കലും ഈ ടാക്സ് എന്തിനേക്കാൾ കൂടാൻ പാടില്ല? ഇൻകത്തിനേക്കാൾ കൂടാൻ പാടില്ല. അങ്ങനെ കൂടുമ്പോഴാണ് മാർജിനൽ റിലീഫായിട്ട് എത്രയാണോ ഇൻകത്തിനേക്കാൾ എക്സസ് വന്നത് അത്രയും എന്ത് കിട്ടും? മാർജിനൽ റിലീഫ് കിട്ടും. അപ്പോൾ ഇവിടെ നമ്മളുടെ ക്വസ്റ്റ്യനിൽ നിങ്ങളൊന്ന് നോക്കിക്കേ,
സെക്കൻഡ്. ഇവിടെ ഇപ്പോൾ നമുക്ക് നമ്മളുടെ എക്സാമ്പിളിൽ 4,90,875 ഈസ് ദ എമൗണ്ട് ഓഫ് ടാക്സ്. അത് അത്ര എമൗണ്ട് 490,875 വന്നത് എന്തുകൊണ്ടാണ്? 1 crore ഇൻകം എക്സീഡ് ചെയ്തുകൊണ്ട്. എത്രയാണ് ഇൻകം എക്സീഡ് ചെയ്തത്? 2 lakhs. അപ്പം ഇൻകം 2 lakhs അധികം വന്നതുകൊണ്ട് അധികം വന്ന ടാക്സ് ആണ് എന്ത്? 490,875. അപ്പോൾ ഒരിക്കലും ഈ 2 lakh ഇൻകത്തിനേക്കാൾ കൂടുതൽ എന്ത് വരില്ല? ടാക്സ് വരില്ല. അപ്പോൾ എത്രയാണ് അധികം വന്നത്? 2,90,875 ഈസ് ഗിവൺ ആസ് മാർജിനൽ റിലീഫ്. അപ്പോൾ നമ്മളിവിടെ ടാക്സ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെ അറൈവ് ചെയ്ത ടാക്സ് ലയബിലിറ്റി എന്ന് പറയുന്നത് എത്രയായിരുന്നു? 33,375 ആയിരുന്നു. ഫ്രം വിച്ച് മാർജിനൽ റിലീഫ് ഓഫ് 2,90,875 ഈസ് ഡിഡക്റ്റഡ്. സോ ദാറ്റ് ദ ടാക്സ് ലയബിലിറ്റി ഈസ് 30,12,500. പിന്നെ നമ്മൾ ഹെൽത്ത് ആൻഡ് എഡ്യൂക്കേഷൻ സെസ് ദാറ്റ് ഈസ് ഓൾവേസ് കമ്പ്യൂട്ടഡ് ഓൺ ദി ടാക്സ് ആൻഡ് സർചാർജ് 4% ദാറ്റ് ഈസ് ഓൾസോ ലെവീഡ്. അപ്പോൾ 4% ഈസ് കമ്പ്യൂട്ടഡ് ഓൺ 30,12,500. 1,20,500 that is also added, so that the total tax payable by Mr. X is 31,33,000. ഇപ്പോൾ ക്ലിയർ ആയല്ലോ. അപ്പോൾ മാർജിനൽ റിലീഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ 1 crore എക്സീഡ് ചെയ്ത എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ 1 crore എക്സീഡ് ചെയ്ത ഇൻകം 2 lakhs ആണ്. അതിനേക്കാൾ കൂടുതൽ അധികം വന്ന 2 lakhs കാരണം ടാക്സ് ലയബിലിറ്റി വരാൻ പാടില്ല. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻകത്തിനേക്കാൾ എത്ര കൂടുതലാണോ ടാക്സ് വന്നത് അത്രയും കൂടുതൽ വന്ന എമൗണ്ട് എന്തായിട്ട് കിട്ടും? മാർജിനൽ റിലീഫായിട്ട് അവൈലബിൾ ആണ്. റൈറ്റ്. സോ ദ സ്റ്റേറ്റ്മെൻറ്റ് വി ക്യാൻ റൈറ്റ് ലൈക്ക് ദിസ്: ദ ടോട്ടൽ ടാക്സ് and surcharge on the income which is exceeding rupees 1 crore shall never be more than that of the income which is exceeding rupees 1 crore. Hope it is clear, no? ഇപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിനേഷന് ചോദിച്ചതാണ് എന്നുള്ളതുകൊണ്ട് റൈറ്റ് എ നോട്ട് ഓൺ മാർജിനൽ റിലീഫ് എന്ന് പറഞ്ഞാൽ യു ഹാവ് ടു പ്രൊവൈഡ് ആൻ ഇല്ലസ്ട്രേറ്റീവ് എക്സാമ്പിൾ ഓൾസോ, ദെൻ ഓൺലി യു വിൽ സ്കോർ ദ ഫുൾ മാർക്ക് ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. അപ്പോൾ അതും കൂടെ അത് എഴുതിയിട്ട് കംപ്ലീറ്റ് ആക്കിയാൽ മാത്രമേ അത് കിട്ടുള്ളൂ. ഓക്കെ.